നമസ്കാരം ഗൈസ്, ഞാൻ പ്രതീഷ് മഞ്ചേരി. ഇപ്പോൾ നമ്മളുള്ളത് തഞ്ചാവൂരിലാണ്. തഞ്ചാവൂരിലെ സർഫോജി പാലസിലാണ് ഗൈസ് നമ്മളുള്ളത്. അപ്പോൾ തഞ്ചാവൂർ ഏകദേശം ഈ മറാത്ത രാജവംശത്തിൻ്റെ കാലത്ത് ഒരുപാട് ഭരണം നടന്നിരുന്ന സ്ഥലമാണ് തഞ്ചാവൂർ ഗൈസ്. അന്നത്തെ ഒരു ദർബാറാണിത്. ദർബാറിൽ അന്ന് കൊടുത്തിരുന്ന പെയിൻറ്റിങ് ഇപ്പോഴും അത്ര തന്നെ ഭംഗിയായിട്ട് ഇപ്പോഴും നമുക്ക് കാണാൻ വേണ്ടി കഴിയും. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു കഴിവ് എന്ന് പറയുമ്പോൾ ഗൈസ് നമുക്ക് അംഗീകരിച്ച് കൊടുത്തേ കഴിയുള്ളൂ. കാരണം ആ പെയിൻറ്റിങ്ങിൻ്റെ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ അന്ന് ഏകദേശം 200 വർഷങ്ങൾക്ക് മുമ്പാണ് ഇത് ചെയ്തിട്ടുള്ളത്. ഇപ്പോഴും അതേ വൃത്തിയോട് കൂടി തന്നെ ഇതിപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ അതിനോട് ചേർന്ന് നമുക്ക് ഒരു ഇതാണോ ഈ കാണാൻ കഴിയുന്നത്, അത് ഈ ഒരു പാലസിൻ്റെ മുൻഭാഗമാണ്. അതിൻ്റെ മേലത്തേക്ക് ഒരു മണിമണ്ഡപം കൂടിയുണ്ട്. അതുകൂടെ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം എല്ലാ ഭാഗവും കവറായി കിട്ടും. അതുപോലെ തന്നെ ഇതിനോട് ചേർന്ന് നമുക്കൊരു ലൈബ്രറി കൂടെ ഉണ്ട്. ഏകദേശം ലോകത്തിലെ തന്നെ ഏറ്റവും പഴക്കം ചെന്ന ലൈബ്രറിയിൽ ഒന്നാണ് ഗൈസ്. ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് രാജാവിൻ്റെ തലപ്പാവ്, അതുപോലെ തന്നെ വെഞ്ചാമരം, ആലവട്ടം, അതുപോലെ തന്നെ അന്നത്തെ കാലത്ത് ഉപയോഗിച്ചിരുന്ന പാത്രങ്ങൾ, അതുപോലെ തന്നെ സ്വയരക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്ന ആയുധങ്ങൾ, ഇതെല്ലാം നമുക്കിതിൽ മ്യൂസിയത്തിൽ നമുക്ക് വ്യക്തമായിട്ട് കാണാൻ വേണ്ടി കഴിയും. അതുപോലെ തന്നെ രാജാവിൻ്റെ അന്നത്തെ കാലത്തുണ്ടായിരുന്ന വാള്, പരിച, ഇങ്ങനെയുള്ള സാധനങ്ങൾ ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. ഗൈസ്, ഈ ഒരു ഫോട്ടോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് നമ്മുടെ സർഫോജി മഹാരാജാവ്. അപ്പോൾ 200 വർഷങ്ങൾക്ക് മുമ്പ് ആരോ വരച്ചിട്ടുള്ളൊരു ചിത്രമാണിത്. ഇപ്പോഴും അതേ ഒരു ഭംഗിയോട് കൂടി നമുക്ക് ഈ ഒരു പെയിൻറ്റിങ് ഇപ്പോഴും നമുക്കവിടെ വൃത്തിയായിട്ട് അവിടെ കാണാൻ വേണ്ടി കഴിയും. ഇതിനോടൊപ്പം തന്നെ ഒരുപാട് ഫർണിച്ചറുകൾ, ഒരുപാട് പഴക്കം ചെന്ന ഫർണിച്ചർ കാര്യങ്ങളും നമുക്കിതിൽ കാണാൻ വേണ്ടി കഴിയും. ഇതൊക്കെ വളരെ അത്യപൂർവമായിട്ട് കാണാൻ കഴിയുന്ന സാധനങ്ങളാണ്. ഇതാണ് രാജാവിൻ്റെ പഴയ കാലത്തുള്ളൊരു ഫോട്ടോ ആണത്. അതുപോലെ തന്നെ രാജാവായതിനു ശേഷമുള്ളൊരു ഫോട്ടോ, അതായത് സിംഹാസനത്തിലിരിക്കുന്ന ഒരു ഫോട്ടോ കൂടി നമുക്കിതിൽ കാണാൻ വേണ്ടി കഴിയും. ഗൈസ്, ഈ ഒരു കണ്ടുകൊണ്ടിരിക്കുന്നതാണ്, ഇതാണ് നമുക്ക് മാൻകൊമ്പ് കൊണ്ട് ഉണ്ടാക്കിയ ഒരു ആയുധമാണ്. തമിഴ്നാട്ടിലൊക്കെ വളരെ ഫേമസ് ആയിട്ടുള്ളൊരു ആയുധമാണത്. മാൻകരാത്തി എന്നൊക്കെ പറയും ഇതുകൊണ്ടുള്ള സംഭവത്തിന്. പിന്നെ അതുപോലെ തന്നെ ഇതിൽ നമുക്ക് പഴയ കാലത്തുള്ള ഒരുപാട് വിഗ്രഹങ്ങളും കാര്യങ്ങളും നമുക്കിവിടെ കാണാൻ വേണ്ടി കഴിയും. അനുബന്ധിച്ച് തന്നെ ഗൈസ് ഒരു മ്യൂസിയം ഉണ്ട്. അപ്പോൾ ഈ ഒരു മ്യൂസിയത്തിൽ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അന്നത്തെ സർഫോജി രാജാവിൻ്റെ കാലത്ത് വിളംബരത്തിന് ഉപയോഗിച്ചിരുന്ന ഉപകരണമാണ് ഗൈസ് ഇത്. അതുപോലെ തന്നെ ഇതിൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയും, ഇവിടെ നമുക്കൊരു നടരാജൻ്റെ ഒരു വിഗ്രഹമുണ്ട്. ഈ ഒരു വിഗ്രഹത്തിന് ഏകദേശം ഒരു 8-ാം നൂറ്റാണ്ടിലൊക്കെയാണ് ഗൈസ്. അത്രയും പഴക്കമുള്ള വിഗ്രഹമാണത്. അപ്പോൾ 1200, 1300, 1500 വർഷം പഴക്കമുള്ള വിഗ്രഹങ്ങളും ഉണ്ട്. ഈ വിഗ്രഹത്തിനെ പറ്റി ഒരുപാട് ചരിത്രം, ഹിസ്റ്ററി ഉണ്ട്. അതിൻ്റെ മുദ്രയൊക്കെ നോക്കിയിട്ട് അവർ നമുക്ക് കൃത്യമായിട്ട് പറഞ്ഞുതരും. ഇതിനൊക്കെ വർക്ക് നമ്മളൊന്ന് കാണാം, എത്ര ഭംഗിയായിട്ടാണ് കൊത്തിവെച്ചിരിക്കുന്നത്. ഈ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് നന്നങ്ങാടി. നമ്മുടെ നാട്ടിലെല്ലാം നന്നങ്ങാടി നമ്മൾ കണ്ടിട്ടുണ്ട്, പക്ഷേ മണ്ണിലാണ്. ഇത് ഇരുമ്പിലാണ് ഉണ്ടാക്കിയിട്ടുള്ളതാണ് തോന്നുന്നു. തൊടാൻ വേണ്ടി കഴിയില്ല, അത് കണ്ടു കഴിഞ്ഞാൽ ഇരുമ്പിൽ ഉണ്ടാക്കിയ പോലെ തന്നെയാണ്. അതുപോലെ തന്നെ അന്നത്തെ കാലത്ത് ഉപയോഗിച്ചിരുന്ന പൂജാ സാധനങ്ങൾ, അതുപോലെ തന്നെ പാത്രങ്ങൾ, കിണ്ടി, വിളക്ക്, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇവിടെ കാണാൻ വേണ്ടി കഴിയും. അതോടൊപ്പം തന്നെ ഇതിൻ്റെ മേലെ ഒരു 50 വർഷം 70 വർഷത്തിന് മുമ്പേ പഴക്കം വന്ന ഒരു തിമിംഗലത്തിൻ്റെ ഒരു സ്കെൽട്ടൻ കൂടെ ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. അപ്പോൾ താങ്ക് യു ഗൈസ്. പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും നമുക്ക് കാണാം. താങ്ക് യു ആൾ. പ്ലീസ് സബ്സ്ക്രൈബ്.